ത്രിയേക ദൈവത്തിനു സ്തുതി. സൗഭാഗ്യവതി നിത്യകന്യകയും കറയില്ലാത്തവളുമായ മർത്തമറിയമ്മേ, നിന്റെ വിശുദ്ധിയോടെ കൃപാനൗകെ എന്ന പ്രോഗ്രാമിനെയും ഇതിലൂടെ എന്നെ ശ്രവിക്കുന്നവരെയും ചേർത്ത് നിർത്തുന്നു. നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ജീവിതത്തിൽ മറക്കുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ. 1. ദൈവത്തിന്റെ ഉപകാരങ്ങൾ മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. 103 സങ്കീർത്തനം 2 വാക്യം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങളും ശാരീരിക അനുഗ്രഹങ്ങളും സാമ്പത്തികമായ അനുഗ്രഹങ്ങളും അതിലേറെ നമുക്ക് നൽകിയ ആത്മീയ അനുഗ്രഹങ്ങളും നാം മറന്നു പോകരുത്. ദൈവം നമുക്കൊരു ജീവൻ തന്നു, ജീവിതം തന്നു, ശ്വസിക്കാനുള്ള വായു, ഭക്ഷിക്കുവാനുള്ള ആഹാരം, ഇവയൊക്കെ ദൈവം ഒരുക്കി വെച്ചു. എണ്ണമറ്റ രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ എത്രയോ അത്ഭുതമാണ്. കാണുവാൻ കണ്ണുകളെ, കേൾക്കുവാൻ ചെവിയെ, സംസാരിക്കുവാൻ വായെ, ആരോഗ്യമുള്ള കരങ്ങളെ, ബലമുള്ള കാലിനെ, ചിന്താശേഷിയുള്ള വിശിഷ്ടമായ തലച്ചോറിനെ, ഇങ്ങനെ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എത്രയെത്ര കൃപകൾ. ഭൗതിക അനുഗ്രഹങ്ങൾക്ക് പുറമെ മാനസിക അനുഗ്രഹങ്ങളും ദൈവം നൽകി. നമ്മുടെ അറിവും കഴിവും ബുദ്ധിയും ജ്ഞാനവും മാനസിക അനുഗ്രഹങ്ങൾ ആണ്. ഇതിനു പുറമെ ദൈവം നമുക്ക് സാമ്പത്തികമായ അനുഗ്രഹങ്ങളും നൽകി. എല്ലാറ്റിനും ഉപരി ആത്മീയ അനുഗ്രഹങ്ങളും നൽകി. പാപം മൂലം തീയിൽ വെന്തെരിയേണ്ട നമ്മെ പാപച്ചെളിയിൽ നിന്നും വീണ്ടെടുത്ത് ആത്മീയമായ രക്ഷ പ്രദാനം ചെയ്തു. മാത്രമല്ല, നമുക്ക് വേണ്ടി നിത്യത ഒരുക്കി വച്ചിരിക്കുന്നു. ഈ ദൈവത്തിന് നാം എന്ത് പ്രതിഫലം കൊടുക്കും? ഈ ദൈവത്തിന് നാം നന്ദി കരയേറ്റണം. പ്രാർത്ഥനയിൽ അനേകം ആവശ്യങ്ങൾ നിരത്തിവെച്ച് പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. ജീവിതത്തിൽ ദൈവം ചെയ്തു തരുന്ന ഓരോ ചെറിയ കാര്യത്തിനും നാം എണ്ണി എണ്ണി ദൈവത്തെ സ്തുതിക്കണം. എപ്പോഴും നന്ദിയുള്ളവരായിരിപ്പീൻ. എപ്പോഴും ദൈവത്തെ സ്തുതിപ്പീൻ. 2. ദൈവത്തെ മറക്കരുത്. ദൈവം ചെയ്തു തന്ന ഉപകാരങ്ങൾ മറക്കരുത്. അതിനോടൊപ്പം പ്രാധാന്യമുള്ള കാര്യമാണ് നാം ദൈവത്തെ മറക്കരുത്. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, സമൃദ്ധി വർദ്ധിക്കുമ്പോൾ, ജ്ഞാനം വർദ്ധിക്കുമ്പോൾ, ബലം വർദ്ധിക്കുമ്പോൾ ദൈവത്തെ നിഷേധിക്കരുത്. എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിനും അവനല്ലയോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ആവർത്തന പുസ്തകം 8:17-18. ഈ ദൈവത്തെ ഓർക്കേണ്ട സമയം വാർദ്ധക്യകാലത്തല്ല, ദുർദിവസങ്ങൾ വരുമ്പോഴുമല്ല, എപ്പോഴും ഓർക്കണം. അനുഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോഴും കുറയുമ്പോഴും ദൈവത്തെ ഓർക്കണം. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. സഭാപ്രസംഗി 12:1. സൃഷ്ടാവായ ദൈവം, രക്ഷിതാവായ ദൈവം, നിത്യത നൽകുന്ന ദൈവം, അനുദിനം അത്ഭുതകരമായി നമ്മെ വഴി നടത്തുന്ന ദൈവം, ഈ ദൈവത്തെ നാം മറന്നു പോകരുത്. 3. ദൈവവചനങ്ങൾ മറക്കരുത്. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. 119 സങ്കീർത്തനം 15-16 വാക്യങ്ങൾ. ഏത് സാഹചര്യത്തിലും നമ്മെ വഴി നടത്തുന്നത് വചനമാണ്. അത് ഹൃദയത്തിന്റെ അഗാധതയിലേക്കു കയറി ചെല്ലുന്നു, പരിണാമം വരുത്തുന്നു, ആശ്വാസം നൽകുന്നു. വചനം ജീവൻ നൽകുന്നു, ചൈതന്യം നൽകുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എബ്രായർ 4:12. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ ഈ വചനം നാം മറന്നു പോകരുത്. 4. അതിഥി സൽക്കാരം, കൂട്ടായ്മ മറക്കരുത്. സഹോദര പ്രീതി നിലനിൽക്കട്ടെ. അതിഥി സൽക്കാരം മറക്കരുത്. എബ്രായർ 13:1.
നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലയോ ദൈവം പ്രസാദിക്കുന്നത്. എബ്രയർ 13:16. അതിഥി സൽക്കാരം മറക്കരുത്. പാവപ്പെട്ടവരെ നിന്ദിക്കുകയോ അപമാനിക്കുകയോ അവഗണിക്കുകയോ ചെയ്യരുത്. ദൈവം നൽകിയ ദാനങ്ങളെ അർഹരായവർക്ക് പങ്കിട്ട് നൽകേണ്ടതാണ്. ദൈവം നൽകിയ സകല കൃപകൾക്കും ദൈവത്തോട് നന്ദി പറയാം. ദൈവത്തിന്റെ ഉപകാരങ്ങൾ ഒന്നും ദൈവത്തെ മറന്നുപോകാതെ ദൈവകൽപ്പനകൾ പാലിച്ച് ജീവിച്ച് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നിത്യത അവകാശമാക്കാം. ദൈവം തന്ന എല്ലാ നന്മകൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിവിടെ ചുരുക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.